കൂട്ടുകാർക്കും ബോധിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചരിത്ര പുസ്തകത്തിലെ 1-ാം അധ്യായമായിട്ടുള്ള മാനവികതയെ കുറിച്ചാണ്. മാനവികതയുടെ പിതാവ് ആരാണ് എന്ന് നമുക്ക് നോക്കാം. ആരാണ്? പെട്രാക്ക്. മാനവികതയുടെ പിതാവ് അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് പെട്രാക്കിനെയാണ്. 1 മാർക്കിന്റെ ഒരു ചോദ്യമായിട്ട് നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. 1 മാർക്കിന്റെ 4 ചോദ്യങ്ങൾ നമുക്ക് പാഠപുസ്തക ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ 4 ചോദ്യങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണും ഉറപ്പായിട്ട്. അതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യന് കാണും. അതേപോലെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോദ്യവും നിങ്ങൾക്ക് കാണുന്നതാണ്. അതേപോലെ തന്നെ വ്യത്യസ്തമായ സ്റ്റേറ്റ്മെന്റുകൾ ശരി തെറ്റ് എന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കാണുന്നതാണ്. അപ്പോൾ ഈ ഭാഗത്ത് 4 മാർക്ക് നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അത്തരം ക്വസ്റ്റ്യന് കൂടി നമ്മൾ എന്ത് ചെയ്യണം? നോക്കേണ്ടതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നവോത്ഥാനത്തിന്റെ സവിശേഷതകൾ എന്നതാണ് ആദ്യമായിട്ട് നമുക്കൊരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കാനുള്ളത്. 9 പോയിന്റുകളാണ് ഇവിടെ പറയുന്നത്. നവോത്ഥാനത്തിന്റെ 9 പോയിന്റുകൾ 4-ഓ 5-ഓ മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് നവോത്ഥാനത്തിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ മാനവികതയുടെ സവിശേഷതകൾ എന്നും ചോദിക്കാം. അടുത്ത 2ാമത്തെ ചോദ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റലിയിലെ നവോത്ഥാനം ആരംഭിച്ചത് എന്തുകൊണ്ട്, എങ്ങനെയാണ് എന്നുള്ളത്. ഒരു 3 മാർക്കിനോ 2 മാർക്കിനോ എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇറ്റലിയുടെ സാമ്പത്തിക സ്ഥിതി, അതേപോലെ ബുക്ക് കീപ്പിംഗ് പോലുള്ള സംവിധാനങ്ങൾ, അവരുടെ ഊർജ്ജസ്വലത, അവിടെ ഉയർന്നു വന്ന നഗരങ്ങൾ, അതെല്ലാം അതിന് ആൻസർ ആയിട്ട് വരുന്നത്. 2 മാർക്കിനോ 3 മാർക്കിനോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണ് അത്. ഇറ്റാലിയൻ നഗരങ്ങൾ, സമ്പന്ന കുടുംബങ്ങൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ 2 മാർക്കിനുള്ള ചോദ്യങ്ങളായിട്ടോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നവോത്ഥാനത്തെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് കുരിശ് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. അതെങ്ങനെയാണ് ആ കുരിശ് യുദ്ധങ്ങൾ നവോത്ഥാനത്തെ സഹായിച്ചത് എന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതേപോലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള യുദ്ധങ്ങളാണ് കുരിശ് യുദ്ധങ്ങളിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം അതൊരു 3 മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. കുരിശ് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ആ ഭാഗത്ത് സഹായിച്ച മറ്റൊരു സംഭവമാണ് പ്ലേഗ് എന്നറിയപ്പെടുന്ന അസുഖം. പ്ലേഗ് മധ്യവർഗത്തിന്റെ ഉയർച്ചയെ എങ്ങനെ സഹായിച്ചു എന്നുള്ളത് ഒരു 3 മാർക്കിന്റെ ചോദ്യത്തിൽ ചോദിക്കാൻ കൊള്ളാവുന്ന ഭാഗമാണ്. അതേപോലെ തന്നെ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചെടുത്തത് ഇറ്റലിയെ എങ്ങനെ സഹായിച്ചു എന്നുള്ളതും നല്ലൊരു ചോദ്യമായിട്ട് വരാം. മനുഷ്യ കേന്ദ്രീകൃതമായ രീതിയിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിയത് എന്നുള്ളതും നല്ലൊരു ചോദ്യമാണ്. അതായത് സ്കൊളാറ്റിസിസമാണ് മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആ ആശയത്തിൽ നിന്ന് മനുഷ്യ കേന്ദ്രീകൃതമായ ആശയത്തിലേക്ക് എങ്ങനെ വന്നു? നേരത്തെ സഭയ്ക്ക് പ്രാധാന്യമുണ്ടായിരുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് മനുഷ്യന് പ്രാധാന്യമുള്ള സംവിധാനത്തിലേക്ക് വന്നു. ആ ആശയത്തെയാണ് നമ്മൾ വിളിക്കുന്നത് മാനവികത എന്ന് അറിയപ്പെടുന്നത്. മനുഷ്യനാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന ചിന്താധാരയെയാണ് എന്ത് വിളിക്കുന്നത്? മാനവികത എന്ന് വിളിക്കുന്നത്. മാനവികത എന്ന ആശയം എല്ലാ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാക്കി. ചിത്രകലയിൽ മാറ്റമുണ്ടാക്കി, വാസ്തുവിദ്യാകലയിൽ മാറ്റമുണ്ടാക്കി, പ്രതിമാ നിർമ്മാണത്തിൽ മാറ്റമുണ്ടാക്കി, മതത്തിൽ മാറ്റമുണ്ടാക്കി, ശാസ്ത്രരംഗത്ത് മാറ്റമുണ്ടാക്കി, കലയിൽ മാറ്റമുണ്ടാക്കി, എല്ലാ മേഖലയിലും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഈ മാറ്റങ്ങളാണ് നമുക്ക് അടുത്ത പ്രധാനമായ ചോദ്യങ്ങളായിട്ട് വരുന്നത്. അതിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട ചിത്രരംഗത്ത് എങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടത്. ഭൂദൃശ്യങ്ങള്, അതേപോലെ തന്നെ എണ്ണച്ചായ ചിത്രങ്ങള്, അതേപോലെ തന്നെ മനുഷ്യ കേന്ദ്രീകൃതമായ സൂക്ഷ്മമായ ചിത്രരചനയുടെ പ്രാധാന്യം മധ്യകാലഘട്ടത്തിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലേക്ക് മാറുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഇതായിട്ട് വരും. അപ്പോൾ അവിടെയും ചോദ്യം ചോദിക്കാം. ആധുനിക കാലഘട്ടത്തിലെ ചിത്രകലയുടെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 മാർക്കിനോ 3 മാർക്കിനോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചിത്രകാരന്മാര് മാച്ച് ദ ഫോളോയിങ്ങോ ഡയറക്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് ഒരു ചോദ്യം കിട്ടും. 4 മാർക്കിലൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ജിയാട്ടോയുടെ പ്രത്യേകതകള്, മസാച്ചിയുടെ പ്രത്യേകതകള്, ഡാവിഞ്ചിയുടെ, മൈക്കൽ ആഞ്ചലോ, ടിഷ്യാൻ, റാഫേല്, ഇവയെല്ലാം തന്നെ നമുക്ക് പ്രധാനമായിട്ടും നോക്കിക്കാണാവുന്ന ചോദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ചോദ്യമാണ് ചിത്രകല എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ പ്രധാനം. പ്രതിമാ നിർമ്മാണത്തിന് ഡൊണാൾഡോയുടെ ഗാട്ടാമെലാത്തയും ദാവിദും എടുത്തു ചോദിക്കാവുന്ന 2 ചോദ്യങ്ങളാണ്. അതിനുശേഷം വരുന്നത് പ്രധാനപ്പെട്ട ഇതാണ് നമ്മുടെ വാസ്തുവിദ്യാരംഗം. വാസ്തുവിദ്യാരംഗത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് ഫിലിപ്പോ ബ്രൂണലിഷി എന്ന് പറയുന്ന അദ്ദേഹമാണ് പുതിയ രീതിയിലുള്ള കെട്ടിട നിർമ്മാണ രീതി കൊണ്ടുവരുന്നത്. അതായത് ഡോമുകളൊക്കെ വെച്ച് പണിയുന്ന രീതി. സെന്റ് പീറ്റേഴ്സ് ബസലിക്ക അവിടെ ഒൻവേഡിന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ് സെന്റ് പീറ്റേഴ്സ് ബസലിക്ക എന്നറിയപ്പെടുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രധാനമായും സാഹിത്യ രംഗം, ലിറ്ററേച്ചർ രംഗത്താണ് പ്രധാനമായും മാറ്റങ്ങൾ കൊണ്ടുവന്നത്. എന്തെല്ലാം മാറ്റങ്ങളാണ് ലിറ്ററേച്ചറിൽ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലിയസ് സീസറിന്റെ
ജൂലിയസ് സീസർ എന്ന നാടകം വില്യം ഷേക്സ്പിയറിന്റെ, അതേപോലെ തന്നെ ഡാന്റെയുടെ ഡിവൈൻ കോമഡി, അതേപോലെ പെട്രാക്കിന്റെ സീക്രട്ടം അല്ലെങ്കിൽ ലോറയ്ക്ക് എഴുതിയ പ്രണയഗീതങ്ങൾ, പിന്നീട് ബൊക്കാച്ചിയുടെ ദെക്കാമറി, അതേപോലെ തന്നെ ദ പ്രിൻസ് എഴുതിയത് നിക്കോളോ മാക്കവെല്ലി. ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് എഴുതാനായിട്ട് ചോദിക്കാം. അതേപോലെ ഇറാസ്മസിന്റെ പ്രൈസ് ഓഫ് ഹോളി, തോമസ് മോറിന്റെ ഉട്ടോപ്പിയ, സെർവാന്തയുടെ ഡോൺ കിക്സോട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കസാൻഡ്ര ഫുദലിന്റെ പ്രസംഗങ്ങൾ, ഇതെല്ലാം ലിറ്ററേച്ചർ രംഗത്ത് വരുന്ന പ്രധാനപ്പെട്ട സാഹിത്യകൃതികളായിട്ട് നമുക്ക് തിരിച്ചറിയാൻ തന്നിട്ടുണ്ട്. ആ മേഖലയിൽ നല്ലൊരു ചോദ്യം എന്തായാലും പ്രതീക്ഷിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഭാഗം നോക്കണം. അതിനുശേഷം ശാസ്ത്രരംഗത്തേക്ക് വരികയാണെങ്കിൽ ശാസ്ത്രരംഗത്ത് പ്രധാനമായും പറയുന്നത് ഗലീലിയോയുടെ കണ്ടുപിടുത്തങ്ങൾ പ്രാധാന്യം കൊടുക്കണം. കെപ്ലർ, ജോഹന്നാസ് കെപ്ലറിന്റെ ആശയങ്ങൾ. അതിനു മുമ്പ് നമുക്ക് നോക്കേണ്ടതാണ് ടോളമിയുടെ ജിയോസെൻട്രിക് തിയറി, ഭൂമിയാണ് എല്ലാത്തിന്റെയും കേന്ദ്രമെന്ന തിയറി മുന്നോട്ട് വയ്ക്കുന്നു. അത് തെറ്റാണെന്ന് തെളിയിച്ചതാണ് കോപ്പർനിക്കസ് സൗര കേന്ദ്രീകൃത സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നു. ആ കാര്യങ്ങൾ സർ ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമം, പാരസെൽസ് എന്ന ചിന്തകന്റെ വൈദ്യശാസ്ത്ര രംഗത്തെ കോൺട്രിബ്യൂഷൻസ്, അതേപോലെ ആൻഡ്രിയസ് വെസാലിയസ് മൃതശരീരങ്ങളെ കീറി മുറിച്ച് പഠിച്ച ആള്, ഇതെല്ലാം ശാസ്ത്രരംഗത്ത് വരുന്നതാണ്. ശാസ്ത്രരംഗം പരീക്ഷയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു മേഖലയാണ്. 4-5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു രംഗമാണ് ശാസ്ത്രരംഗം എന്നറിയപ്പെടുന്നത്. അതിനുശേഷം മതത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള മേഖലയും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതിൽ പ്രധാനമായും മാർട്ടിൻ ലൂതറിന്റെ 95 തീസിസ് വിറ്റൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ കെട്ടിത്തൂക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് മതനവീകരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ആശയങ്ങൾ സമൂഹത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ അതും എടുത്തു പറയേണ്ടുന്ന ഒരു ചോദ്യമായിട്ട് നമുക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന 3-4 മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്നതാണ് മതനവീകരണം. മതനവീകരണത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെ ശ്രദ്ധിക്കണം. അതേപോലെ ഓരോ രാജ്യത്തും ഉൾറിക് സിംഗ്ലിയെ പോലുള്ള ആളുകളെ, ജോൺ കാൽവിനെ പോലുള്ള, ഹെൻറി എട്ടാമനെ പോലുള്ള ആളുകളെയൊക്കെ മതനവീകരണത്തിന് ഒൺവേഡുകളായിട്ട് ചോദിക്കാം. അല്ലാതെയും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് 4 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് മതനവീകരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനുശേഷം വരുന്നതാണ് പ്രതിമത നവീകരണം എന്ന പോയിന്റ്. പ്രതിമത നവീകരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇഗ്നീഷ്യസ് ലയോളയാണെന്നും അതിനുവേണ്ടിയുള്ള സമ്മേളനം ഇറ്റലിയിലെ ട്രെൻഡിലാണ് നടക്കുന്നത് എന്നുള്ളതും പാവമുക്തി പത്രം പോലുള്ള കാര്യങ്ങളെ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതും കൃത്യമായി സഭയ്ക്ക് വെല്ലുവിളിച്ച് സഭ സ്വയം പരിഷ്കരണ വിധേയമാകുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം, പ്രതിമത നവീകരണം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതെല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഒരു ചോദ്യവും കൂടി നമുക്ക് ആ മേഖലയിൽ നിന്നുണ്ട്. ലോക ചരിത്രത്തിന്റെ വിവിധ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഏൻഷ്യന്റ്, മെഡീവിയൽ, മോഡേൺ, ആ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ബ്രൂണിയെ പോലുള്ള ആളുകളാണ് ഇങ്ങനെ കാലഘട്ട വിഭജനം നടത്തിയത്. കാലഘട്ട വിഭജനം സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് തിരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ മേഖലയിൽ നിന്നും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒൺവേഡ് ആയിട്ടായിരിക്കും കൂടുതലും ആ മേഖലയിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് എടുത്തു പറയേണ്ടുന്നത്. മധ്യകാല ഘട്ടത്തിലെ ചിത്രരചനയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് മാലാഖമാരെയും അതേപോലെ തന്നെ ദൈവസങ്കല്പങ്ങളെയും ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയാണ് മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മോഡേൺ ഏജിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറുന്നു. പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നു, മനുഷ്യ കേന്ദ്രീകൃതമായ പ്രാധാന്യങ്ങൾക്ക് കൊടുക്കുന്നു. ആക്യുറസി, കൃത്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. സസൂക്ഷ്മമായിട്ട് എല്ലാത്തിനെയും വിശകലനം ചെയ്യുന്ന ഒരു രീതിയാണ് ആധുനിക കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടുന്നത്. പിന്നെ അതേപോലെ തന്നെ ചിത്രരംഗത്ത് പറയുമ്പോഴത്തേക്ക് ഡാവിഞ്ചിയുടെ പെയിന്റിങ്ങുകൾ 2 എടുത്ത് നമ്മൾ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഡാവിഞ്ചിയുടെ പെയിന്റിംഗ് ആയിട്ട് പറയുന്നത്. അവസാനത്തെ അത്താഴവും അതേപോലെ തന്നെ മൊണാലിസയും, ലോകപ്രശസ്തമായ മൊണാലിസയും നമ്മൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ടുന്ന 2 കാര്യങ്ങളാണ്. അതേപോലെ തന്നെ മൈക്കൽ ആഞ്ചലോയുടെ പിയാത്തെ എന്ന് പറയുന്ന ശില്പവും അതേപോലെ തന്നെ ഡാവിഡ് എന്ന പ്രതിമയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ പെയിന്റിംഗ് രംഗത്തും അദ്ദേഹത്തിന് സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. മൈക്കൽ ആഞ്ചലോയുടെ ചിത്രങ്ങളാണ് അന്ത്യവിധി എന്നറിയപ്പെടുന്ന ചിത്രവും സീസൺ ചാപ്പലിന്റെ മച്ചിൽ വരച്ച ചിത്രങ്ങളും വളരെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. എടുത്തു പറയേണ്ടുന്ന 2 ചിത്രങ്ങളാണ്. നവോത്ഥാന മൂല്യങ്ങളെല്ലാം പ്രകാശിപ്പിക്കുന്നതായിരുന്നു ഇവരുടെ എല്ലാം ചിത്രങ്ങൾ എന്നറിയപ്പെടുന്നത്.